ഹലോ ഡേ വ്യൂവേഴ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മരണത്തിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയത് 10 ദിവസത്തെ വെക്കേഷനാണ്. ആ 10 ദിവസത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. വളരെയധികം സന്തോഷമുള്ള കാര്യം, ഒരു വളരെയധികം വിഷമമുള്ള കാര്യം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ വെക്കേഷനിൽ സംഭവിച്ചത്. അതിൽ സന്തോഷമുള്ള കാര്യം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ആ ഒരു മൊമെൻറ്റ്സിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ പ്രയർ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ചാച്ചന് ഒന്നും വരല്ലേ എന്ന് കേട്ടോ. എൻ്റെ ചെറിയ അമ്മാവനെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് ചാച്ചൻ എന്നാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ എൽഡർ ബ്രദറാണ്. ആള് വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് അധികം നാളത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ റെസ്റ്റ് എടുത്തോട്ടെ. അങ്ങനെ പറഞ്ഞ ഒരു പീരീഡിലായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നത്. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പ്രാർത്ഥനയായിരുന്നു, ഒന്നും വരുത്തല്ലേ ചാച്ചന്, അല്ലെങ്കിൽ അത്രയും വേദന അനുഭവിച്ച് ചാച്ചന് പോവുകയാണെങ്കിൽ, ചാച്ചൻ മരണം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഇടയ്ക്ക് ആവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ആളുകളെയൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ട് നമുക്ക് ഫംഗ്ഷൻ ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. രണ്ട്, അന്നാണ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതെങ്കിൽ അമ്മയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അമ്മയുടെ സ്വന്തം ബ്രദറാണ്. സോ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ വളരെ അധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മോശമായിട്ടൊന്നും കേൾക്കേണ്ടി വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു അന്നത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ എൻ്റെ അമ്മ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ അമ്മാവനെ കാണാൻ വേണ്ടി പോവാണ്. ആൾ ബെഡ് റിഡൻ ആണ്, ഓർമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഭക്ഷണമൊക്കെ ഫീഡിങ് പമ്പിലൊക്കെയാണ് ആൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ഞങ്ങൾ ദ വെരി നെക്സ്റ്റ് ഡേ ആളെ കാണാൻ പോവുകയാണ്. പോയിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോന്നു. കാരണം ഞാനാണെങ്കിലും അനീത്തിയാണെങ്കിലും നാട്ടിലുള്ള ആൾക്കാരല്ല. സോ ഞങ്ങൾ തിരിച്ചു പോന്ന് കഴിയുമ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രവാസത്തിലുള്ള ആളുകൾക്കാണത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു സാഡ് മൊമെൻറ്റ്സ് വന്നു കഴിയുമ്പോൾ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം പോകും. നമ്മൾ വളരെ വിഷമത്തോടെ ആണെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇഷ്ടമുള്ള ആളുകളെ, കോൺടാക്റ്റിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ നമ്മളൊരു മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ഓക്കെ അല്ലാത്തൊരു മൊമെൻറ്റ് കൂടെ കടന്നു പോകേണ്ടി വരും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുൻപ് ചാച്ചനൊന്നും കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തൊട്ടടുത്ത ദിവസം ചാച്ചൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എല്ലാവരും ചാച്ചനെ കാണാൻ വേണ്ടി, ചാച്ചൻ്റെ ഫ്യൂണറൽ കൂടാൻ വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറത്താണ് അമ്മേൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നു. നമ്മൾ ചാച്ചൻ്റെ ഫ്യൂണറലൊക്കെ കൂടി. അപ്പം ഈ ഒരു മരണ വീടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും, ആൻറ്റിമാരായിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, അമ്മയുടെ കസിൻസ്, അതുപോലെ തന്നെ നെയ്ബേഴ്സ്, ഇവരെല്ലാവരെയും നമ്മളൊരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് പകുതി ആളുകളെയും നമ്മൾ കാണുന്നത്. എല്ലാവരും പല പല സ്ഥലങ്ങളിലായിട്ട്, വർക്ക് റിലേറ്റഡ് ആയിട്ടും അതുപോലെ ജീവിത സാഹചര്യങ്ങളെല്ലാം കാരണം ആരും നാട്ടിലില്ല. എല്ലാവരും പല പല സ്ഥലങ്ങളിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി കാണുന്നത്. അപ്പോൾ ഫ്യൂണറലിന് ശേഷം സംഭവിച്ചത് നമ്മൾ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. കാരണം ഒരുപാട് നാളിന് ശേഷം എല്ലാവരും കാണുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നമുക്കുള്ള ഒരു ചേഞ്ചസും, നമ്മൾ സുഖവിവരം അന്വേഷിക്കുന്നതിലും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിലൊക്കെ എന്തോ ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, മരണവീടുകൾ പലപ്പോഴും ഒരു ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒത്തൊരുമയുടെയും ഒരു സ്നേഹത്തിൻ്റെയും, പണ്ട് നമ്മൾ ഒന്നിച്ച് താമസിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടു കൂടി താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന ചില സമയങ്ങളായിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വീണ് കിട്ടാൻ തോന്നിയിട്ടുണ്ട്. അഞ്ജലി മേനോൻ്റെ മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അവാർഡൊക്കെ കിട്ടിയൊരു മൂവിയായിരുന്നു അത്. എനിക്ക് വീണ്ടും റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് കേട്ടോ. അതിൽ ഈ ഒരു സ്റ്റോറി ലൈനാണ്. അവരുടെ മുത്തശ്ശൻ, തിലകനാണ് ആ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അവരുടെ മുത്തശ്ശൻ ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത് മക്കളും കൊച്ചുമക്കളും കസിൻസും നെയ്ബേഴ്സും റിലേറ്റീവ്സൊക്കെ ആ ഒരു തറവാട്ടിൽ ഒത്തുകൂടുകയാണ് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട്, ഫ്യൂണറലും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴാണ് ചില കാര്യങ്ങൾ, അവരുള്ളിലുള്ള കാര്യങ്ങൾ, ഉള്ളിലുള്ള സങ്കടങ്ങൾ, ഉള്ളിലുള്ള സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അത്രയും നാൾ ചിലരും അറിയാത്ത ചില കാര്യങ്ങൾ അപ്പോഴായിരിക്കും പലരും അറിയുന്നത്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്നത്. അപ്പോൾ ഈ മരണ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. എത്രത്തോളം വലുതായാലും, എത്രത്തോളം കാലങ്ങൾ കഴിഞ്ഞു പോയാലും, നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ചെറിയ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതൊന്നും നമ്മുടെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ചിലപ്പോൾ നമുക്കതൊക്കെ മറന്ന് അതിൻ്റെ മേലെ സ്നേഹത്തിൻ്റെ ഒരു മൂടുപടം വന്ന് വീഴുന്നത് കാണാൻ പറ്റുമായിരിക്കും. കാരണം എത്രയാണെങ്കിലും നമ്മുടെ കുടുംബമാണ്. ഒരു കാലത്ത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു സ്പേസിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വരുന്നത് എന്നുള്ളൊരു തോന്നലാണ്. അതിനേക്കാൾ കൂടുതൽ പറയാനുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കസിൻസിൽ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഒരു മൊത്തമായിട്ട് ചിലവഴിച്ചൊരു സ്ഥലമായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സൊക്കെ വെക്കേഷൻ്റെ ടൈമിൽ അമ്മ വീട്ടിലായിരുന്നു എന്നെ കൊണ്ട് നിർത്തിക്കൊണ്ടിരുന്നത് കൂടുതലായിട്ടും. കാരണം ഞാനും എൻ്റെ അനിയത്തിയും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ എപ്പോഴും ചുറ്റിപ്പറ്റി കിടക്കുന്നത് നിലമ്പൂരും ചാലിയാർ പുഴയിൽ മുങ്ങി കളിക്കുന്നതും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും അവിടുന്ന് ഈ വെള്ളാരങ്കല്ലും ഒക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ടുവരുന്നതും ഒക്കെയാണ്. അങ്ങനെ വെക്കേഷനൊക്കെ ചിലവഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡിനെയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിലെ ഒരുപാട് ഓർമ്മകളെയും ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആ ഒരു കടന്നു പോയത് എന്നുള്ളൊരു ചിന്ത കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വന്നത്. ആ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂണറൽ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നതിന് ശേഷമാണ്, പിന്നെ ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചാച്ചൻ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്നെനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ്, ഞാനും എൻ്റെ കസിനും, അതായത് ചാച്ചൻ്റെ മോള് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ചിലവർ ഇങ്ങനെ നീങ്ങി പോകുമ്പോഴാണ് നമുക്ക് അവരുടെ ആബ്സെൻസ് എത്രമാത്രം നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇല്ലാത്തപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുക എന്ന് പറയില്ലേ, അത് തന്നെ, സെയിം ആ കാര്യം തന്നെ. ഞാനിങ്ങനെ ഓർത്ത് പോവാണ്, നമ്മളുടെ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മുടെ വളർച്ചയ്ക്ക് ഉപകാരമായിട്ടുള്ള, നമ്മളെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള പലരും നാട് നീങ്ങിപ്പോകുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പതുക്കെ മധ്യവയസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജേണിയും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള പല വ്യക്തികളും കടന്നു പോകുന്നത് ഒരു നിസ്സഹായാവസ്ഥയോടെയോ അല്ലെങ്കിൽ കരയാൻ പറ്റാതെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ നമുക്ക് 90s കിഡ്സിനൊക്കെ. കാരണം നമ്മുടെ ഗ്രാൻഡ് പാരൻസ് പോകുന്നു, നമ്മുടെ അമ്മ വീട്ടിലെയും പപ്പയുടെ വീട്ടിലെയും ഒക്കെ ആളുകൾ ഏജ് ആയിട്ടുള്ളവർ പതുക്കെ പതുക്കെ മൺമറഞ്ഞു പോകുന്ന ഒരു ഏജിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പതുക്കെ നമ്മളാണ് നെക്സ്റ്റ് ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഏജിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ അമ്മാവന്മാരും നമ്മുടെ അമ്മായിമാരും നമ്മുടെ ഗ്രാൻഡ് പാരൻസും നമുക്കിപ്പോൾ തന്നേക്കുന്ന, നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നമ്മളാണ് നിൽക്കുന്നത്. നമ്മുടെ നെഫ്യൂസിനും നമ്മുടെ നീസിനും നമ്മുടെ കസിൻസിൻ്റെ മക്കൾക്കും ഒക്കെ അവർ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ഓർത്ത് വയ്ക്കുന്നത് നമ്മളിൽ കൂടെയുള്ള ചില മെമ്മറീസ് ആയിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഇങ്ങനെ വളരെയധികം ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു മരണം ചേർത്ത് വെച്ച ഒരു മൊമെൻറ്റിനെ, അല്ലെങ്കിൽ ഒരു മരണം ചേർത്ത് വെച്ച ഒരു കുടുംബത്തിനെ, ഒരു 1-2 മണിക്കൂറുകളെയൊക്കെ ഓർത്തപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചെറുതായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ കസിൻസൊക്കെ പരസ്പരം ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് പോരുമ്പോഴായിരുന്നു നമ്മൾ ഇത്രമാത്രം ഇങ്ങ് വലുതായി ഇങ്ങ് എത്തിപ്പോയെന്നല്ലോ എന്ന് ആലോചിക്കുന്നത്. പണ്ട് ഓടിച്ചാടി നടന്നിരുന്ന സ്ഥലങ്ങളും ഒരു വറീസുമില്ലാതെ ഭക്ഷണം കഴിച്ച് ഈ മാങ്ങയൊക്കെ ഇങ്ങനെ ചതച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ച ആ ഒരു സമയത്തിൽ നിന്ന് നമ്മളിപ്പോൾ മക്കളുടെ സ്കൂളിങ്ങിനെ പറ്റിയും ഹസ്ബൻഡിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സും ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത കാലഘട്ടം ഒരുപാടിങ്ങ് വളർന്നിങ്ങ് എത്തിയെന്നിങ്ങനെ തോന്നുന്നത്. എല്ലാ വളർച്ചയും നല്ലതിനാവട്ടെ, എല്ലാ ഓർമ്മകൾക്കും എല്ലാ കാലവും ഭംഗിയുണ്ടാവട്ടെ എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം കൺവേ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.